ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റുകൾ: 1 മെനു ബാർ, 2 ഒബ്ജക്റ്റ് ബ്രൗസർ, 3 പ്രോപ്പർട്ടി എഡിറ്റർ, 4 2D വിൻഡോ, 5 3D വിൻഡോ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സ്റ്റൈൽ 3Dയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റൈൽ 3Dയുടെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. അതല്ലാണ്ട് അതിലെ ചെറിയ ചെറിയ ബേസിക് ഫങ്ഷൻസ്, ടൂൾസ് എന്നിവയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരിക. അതായത് ഇത് വന്നിട്ട് ടോപ്പ് മെനു ബാർ എന്ന് പറയും, ഇത് വന്നിട്ട് ഒബ്ജക്റ്റ് എഡിറ്റിംഗ് എന്ന് പറയും, ഇത് പ്രോപ്പർട്ടി എഡിറ്റിംഗ് എന്ന് പറയും, ഇത് വന്നിട്ട് 3D വിൻഡോ എന്ന് പറയും, ഇത് 2D വിൻഡോ എന്ന് പറയും. അതിന് നമുക്ക് ഇതൊക്കെ ഞാൻ ഒന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ടോപ്പ് മെനു ബാറിലൂടെ മൊത്തം ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡീഷണൽ ടൂൾസാണ് ഈ താഴെ കാണുന്നതൊക്കെ. ഇത് വന്നിട്ട് നമ്മൾ ഗാർമെൻറ്റ് മേക്ക് ചെയ്യുമ്പം അതിൽ സ്യൂയിങ് ചെയ്യുന്നതും എഡിറ്റിങ് ചെയ്യുന്നതും അതിലെന്തൊക്കെ ചെയ്യണം എന്നുള്ള ടൂളുകളാണ് അതൊക്കെ. ഈ ടൂൾസ് വന്നിട്ട് ഉള്ളതൊക്കെ വന്നിട്ട് വിഷ്വൽ എഫക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ എന്താ പറയുക, അനിമേഷൻ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനും, അതായത് ലൈറ്റ് സെറ്റിങ്, അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ ഫയലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസെൻറ്റ് ഫയൽ ഓപ്പൺ ചെയ്യാം, സേവ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ DXF, OBJ, FBX, SEO എന്നിങ്ങനെയുള്ള ഫയലുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ എക്സ്പോർട്ട് ചെയ്യുന്നതിനും പല ഫയൽ ഫോർമാറ്റുകളുണ്ട്. ഇത് പിന്നെ അൺഡു റീഡോ, അതെല്ലാവർക്കും അറിയുമല്ലോ. Ctrl+Y, Ctrl+Z. ഇവിടെ ഒരു 3 ഡോട്ട് കാണുന്നുണ്ടല്ലോ. ഇത് വന്നിട്ട് നമുക്ക് അതായത് ഹിസ്റ്ററി, അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത ഹിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ നോക്കും. ഇപ്പം ഞാൻ ഈ മാനേജ്മെൻറ്റ് വിൻഡോയിൽ ഇതിൽ വന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നോ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ വരും. ഇതിൽ നമ്മൾ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഫാബ്രിക് ആണെങ്കിലും ശരി, എന്തെങ്കിലും ട്രിംസ് ആണെങ്കിലും ശരി, എന്തിൻ്റെ ആണെങ്കിലും ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനിയിപ്പം മൗസ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ലൈബ്രറിയിൽ പോവാം. ഒരു അവതാർ എടുക്കാം, ഫീമെയിൽ. അടുത്ത് നമുക്കൊരു ഗാർമെൻറ്റ് എടുക്കാം, ഒരു ഫീമെയിൽ ടീഷർട്ട്. ഓക്കെ, അതായത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, 360 ഡിഗ്രിയിൽ തിരിക്കാം. മൗസിൻ്റെ സെൻറ്ററിലുള്ള റോളർ വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂം ആകും, സൂം ഇൻ സൂം ഔട്ട് ആകും. 2 വിൻഡോയിലും ഒരേപോലെ തന്നെയാണ്. അതേപോലെ ആ സൂമിനെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് ഒരു പീസ് വയ്ക്കാം. സെയിം 2 വിൻഡോയിലും ഒരേ വർക്കിംഗ് തന്നെ. ഇതിൽ റൈറ്റ് ബട്ടൺ മാത്രം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, 360 ഡിഗ്രിയിൽ എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് കീബോർഡിൽ നമ്പർ കീബോർഡ് ഉണ്ടല്ലോ, അതിൽ നോക്കി കഴിഞ്ഞാൽ 4 വന്നിട്ട് ലെഫ്റ്റ്, 6 വന്നിട്ട് റൈറ്റ്, 8 വന്നിട്ട് ബാക്ക്, 2 വന്നിട്ട് ഫ്രണ്ട്, അങ്ങനെ 5 വന്നിട്ട് ടോപ്പ് വ്യൂ, 0 വന്നിട്ട് ബോട്ടം വ്യൂ, അങ്ങനെ പറഞ്ഞിട്ട് നമുക്കതിൽ ഷോർട്ട് കട്ട് കീയിൽ വർക്ക് ചെയ്യാം. ഇത് വന്നിട്ട് നമ്മുടെ സൈൻ ഇൻ ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് 2 വിൻഡോ കാണുന്നത്, ഇത് വന്നിട്ട് 2D വിൻഡോ മാത്രം, ഇത് 3D വിൻഡോ മാത്രം, ഇത് വന്നിട്ട് 2 വിൻഡോയും കാണും. പിന്നെ ഇത് വന്നിട്ട് റീസെറ്റ്, നമ്മുടെ ഇൻ്റർഫേസ് റീസെറ്റ് ചെയ്യണമെങ്കിൽ അത്. പിന്നുള്ളത് യൂസർ സെറ്റിംഗാണ്. യൂസർ സെറ്റിങ്ങിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
അതായത് എല്ലാത്തിൻ്റെയും മാക്സിമം വന്നിട്ട് ഇത് ഷോർട്ട് കട്ട് നമുക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. എന്തെന്തിനു വേണോ അത് നമ്മുടെ കൺവീനിയൻ്റായിട്ട് ഏത് നമുക്ക് തോന്നുന്നു അങ്ങനെ വെച്ചിട്ട് നമുക്കത് വർക്ക് ചെയ്യാം. ഇത് വന്നിട്ട് നമുക്ക് ഓപ്പറേഷൻ പ്രസ്ഡ് എന്ന് പറയും. അതായത് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലോ അതായത് അത് നമുക്ക് വേണ്ട രീതിയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് വന്നിട്ട് യൂസർ ഇൻ്റർഫേസിൽ വന്നിട്ട് എന്തൊക്കെ കാണണം എന്നുള്ള ഇത് വിൻഡോയിൽ വന്നിട്ട് വിൻഡോയുടെ മോഡ് എങ്ങനെ ഉണ്ടാവണം, അതായത് ഡിസൈൻ മോഡാണോ അതോ മോഡൽ മോഡാണോ എന്നുള്ളതൊക്കെ ഉണ്ടാവും. ഇത് ഡിസൈൻ മോഡ്, ഇത് മോഡൽ മോഡ്, അങ്ങനെ തീം മാറ്റാം. അതേഴ്സിൽ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ് മോഡ്, എഡ്ജ്, പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. അത് നിങ്ങളങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അതേപോലെ നമുക്ക് ഈ 2D വിൻഡോ 3D വിൻഡോ എങ്ങനെ വേണമെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുക്ക് വലുതായി വേണമെങ്കിൽ വലുതായി വേണം, ചെറുതായി വേണമെങ്കിൽ ചെറുതായി വേണം, എന്നിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഈ വിൻഡോ നമുക്ക് എന്താ പറയുക, ഇവിടുന്ന് മാറ്റി ഇപ്പുറത്തേക്ക് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വയ്ക്കാം. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഇപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വിൻഡോ പുറത്തായിരിക്കും. അതേപോലെ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതേപോലെ നമുക്ക് ഈ എഡിറ്റിംഗ് വിൻഡോ മാറ്റണമെങ്കിൽ വന്നിട്ട് ഹൈഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും. മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇൻ്റർഫേസ് ക്ലാസ് കഴിഞ്ഞു. നമുക്ക് നാളെ മുതൽ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ബൈ, സീ യു.